Subscribe now and press the bell icon. Never miss an update. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് സെറ്റ്. അതായത് വെള്ളം കയറിയതാണ്. Nokia-106 ആണ് പുതിയത്, TA-1114. അപ്പോൾ ഇത് വെള്ളം കയറിയ സെറ്റാണ്. അപ്പോൾ വെള്ളം കയറിയ സെറ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഡെഡായിരുന്നു. ഇത് കണ്ടില്ലേ, ഞാനിവിടെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡെഡ് ഓൺ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ സെക്കൻഡ് കണക്ഷൻ ലൈറ്റാണ്. അപ്പോൾ ബാക്ക് ലൈറ്റ് ഇല്ലായിരുന്നു. ബാക്ക് ലൈറ്റ് കൊടുത്തപ്പം വൈറ്റ് ലൈറ്റ് ആയിരുന്നു, ഒള്ളി വൈറ്റ് ലൈറ്റ്. മനസ്സിലായില്ലേ? അപ്പം ഇത് കണ്ടോ, 3, 4, 5 അഞ്ചാമത്തെ കണക്ഷൻ ബ്രേക്കാണ്. ഇതാണ് ഡാറ്റ ലൈൻ. ഈ അഞ്ചാമത്തെ കണക്ഷൻ ഡാറ്റ ലൈനാണ്. ഇവിടുന്ന് കണക്ഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് സോൾഡറിങ് കൊടുത്തിരിക്കുകയാണ്. അത് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടുന്നാണ് ഡാറ്റ ലൈൻ വരുന്നത്. ഇത് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാണ് ഡാറ്റ ലൈൻ പോകുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഡാറ്റ ലൈൻ കണക്ഷൻ. ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് കൊടുക്കാനാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കാം. ഇതാണ് ഡിസ്പ്ലേ കണക്ടറിൻ്റെ ബാക്ക് സൈഡിലുള്ള പോർട്ടുകളാണിത്. ഡിസ്പ്ലേ പ്രിൻ്റില്ലേ, അതിൻ്റെ ഔട്ട് വരുന്നത് മൊത്തം ഇവിടാണ്. അപ്പം ഏതെങ്കിലും, അതായത് ഓരോ ഡോട്ടും ഇവിടെ ഉണ്ട്. ആ ഡോട്ടാണ് ഓപ്പോസിറ്റ് സൈഡിൽ ഈ കാണുന്നത്. ഇതിൻ്റെ ഈ എൻഡിൽ ഇതൊക്കെ കാണുന്നില്ലേ, ഇതാണ് ആ ഡോട്ടുകൾ. അതായത് കണക്ഷൻ വരുന്നത് ഇവിടെയാണ്. പിന്നെ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പം ഈ അഞ്ചാമത്തെ ഡാറ്റ ലൈനായിരുന്നു, അത് ബ്രേക്കായിരുന്നു. ഞാൻ ജമ്പർ അടിച്ചിട്ടുണ്ട്. സോ ഇത് ലൈറ്റാണ്, ഇതും ജമ്പർ അടിച്ചിട്ടുണ്ട്. ജമ്പർ അടിച്ച് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ രണ്ടാമത്തെ ലൈനിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലൈറ്റിൻ്റെ കണക്ഷൻ. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ലൈറ്റ് കണക്ഷനാണ്. ഈ ജമ്പർ കൊടുത്തിരിക്കുന്നത് ലൈറ്റ് കണക്ഷൻ ഇല്ലായിരുന്നു. പിന്നെ ലൈറ്റ് കണക്ഷൻ കൊടുത്തപ്പം വൈറ്റ് ലൈറ്റ് ആയിരുന്നു. അപ്പോൾ വൈറ്റ് ലൈറ്റും നമ്മൾ ക്ലിയർ ചെയ്യാനെ കൊണ്ടാണ് ഈ അഞ്ചാമത്തെ പിന്നെ ഡയറക്റ്റ് കൊടുത്തേക്കുന്നത്. അതാണ് ഡാറ്റ ലൈൻ. അപ്പോൾ അത് കൊടുത്തു. ഇനി നമുക്കിത് ഡിസ്പ്ലേ നമ്മൾ മടക്കണം. ഈ സ്ട്രിപ്പ് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഷോർട്ട് ആവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് കൊടുത്തു, ഷോർട്ട് ആവാതിരിക്കാനാണ്. അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ പ്രിൻറ്റും ബോർഡ് പ്രിൻറ്റുമായിട്ട് ഷോർട്ടായിപ്പോവും. ഇതുകൂടെ ഒന്ന് അപ്പോൾ ജോബ് ഡൺ ആയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ വീഡിയോസ് പുതിയ ആളുകൾ, അതായത് ന്യൂ കമേഴ്സ് ടെക്നീഷ്യന്മാർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ നമസ്കാരം.